വാനിലെ കിളികളായി ചേരാം മാരിവിൽ ചെരുവിലായി ഇനിയൊന്നായി ഒന്നായി കാണാം കനവേ. ഹലോ ഗായ്സ്, ഈ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ചെയ്യണം, ഈ ആപ്പ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇടാണ്. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഫോട്ടോനെ കാർട്ടൂൺ ആക്കലാണ്. അപ്പോൾ അതിന് ടൂൺമിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്പ്. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ടൂൺമിയിൽ നമ്മൾ എടുത്തിട്ട് അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീസെൻറ്റ് ആ സംഭവമല്ലോ അതിങ്ങനെ ടോപ്പ് ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേക്കും ഒരു കുഞ്ഞു കൊച്ചിൻ്റെ ഈ ഒരു പടം അതിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അതെടുക്കുമ്പോൾ കുറേ ഫോട്ടോസ് നമ്മുടെ ഗാലറിയിൽ ഫോട്ടോസ് വരുമ്പോൾ നമുക്ക് ഏത് ഫോട്ടോയാണ് കാർട്ടൂൺ ആക്കണമെന്ന് വെച്ചാൽ ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് ജസ്റ്റ് ഇതാക്കി കഴിഞ്ഞാൽ അത് പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കാണിക്കും. അതിട്ടൊരു കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ മാത്രമാണ് നമുക്ക് ഇതിൽ സമയം പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ കാർട്ടൂൺ ആക്കി തന്നിട്ടുണ്ടാവും. പിന്നെ നമുക്കത് സേവ് ആക്കാവുന്നതേ ഉള്ളൂ. അത് ജസ്റ്റ് ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ അത് സേവ് ആവും. ടൂണിൽ നമ്മൾ കളയാൻ പറ്റും കേട്ടോ. അടുത്തത് നമുക്ക് ഈ ഫോട്ടോനെ കട്ട് ഔട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് ഇൻഷോട്ടിലാണ് ചെയ്യേണ്ടത്. ഇൻഷോട്ടിൽ ഫോട്ടോസ് എടുക്കുക, അതിൽ ന്യൂ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് കാർട്ടൂണൊക്കെ വെച്ച ഫോട്ടോ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്തിട്ട് അടിയിൽ കട്ട് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ഔട്ട് ചെയ്ത് വരും. പക്ഷെ ചില ഫോട്ടോസിന് വൈറ്റ് ലൈൻ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ റേസ് ചെയ്ത് കളയണം. അത് സിമ്പിൾ തന്നെയാണ്. റേസർ എടുക്കുക, ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു ഫോട്ടോയ്ക്ക് ചെറിയൊരു ഔട്ട്ലൈൻ വേണം. അതിനായിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ എടുത്തിട്ട് അത് നമുക്ക് എത്ര തിക്നെസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആക്കിയിട്ട് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. അത് സേവ് ചെയ്യാം. ജസ്റ്റ് ടിക്ക് ഞെക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസൊക്കെ ഇതുപോലെ എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാൻവയിലിട്ട് ഈ ഫോട്ടോസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ക്യാൻവയിലേക്ക് നമുക്ക് നമ്മൾ ഈ കാർട്ടൂണാക്കി വെച്ചിട്ടുള്ള ഫോട്ടോസിനൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഏത് ഫോട്ടോസ് എവിടേക്ക് വന്നാലാണ് ഭംഗി ഉണ്ടാവുക എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യുക. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ടീച്ചറൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന് വലുതാക്കി വയ്ക്കുക. ബാക്കിയുള്ളവരൊക്കെ സൈഡിലേക്കൊക്കെ വെച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ ചിലരുടെ മുകളിലൊക്കെ കയറിക്കുക അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വരും. അത് നമുക്ക് ലെയർ ഒന്ന് അടിയിക്കാക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പൊസിഷൻ എടുത്ത് കഴിഞ്ഞാൽ അതിൽ ബാക്ക്വേർഡും ഫോർവേഡും എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഫോർവേഡാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോർവേഡ് ക്ലിക്ക് ചെയ്യുക, ബാക്ക്വേർഡ് ആണെങ്കിൽ ബാക്ക്വേർഡ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ ക്യാൻവയിൽ അറ്റ് എ ടൈം 20 ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 20 ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ 20 ഫോട്ടോയിൽ നിന്ന് നന്നായി വെച്ചതിന് ശേഷം അടുത്ത 20 ഫോട്ടോ സെലക്ട് ചെയ്യുക. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതിപ്പോൾ കണ്ടില്ലേ 20 ഫോട്ടോ വീണ്ടും എടുത്തു വെച്ചു. അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഓർഡറിൽ അങ്ങോട്ട് ചെയ്യാനും പറ്റും. കുറേ കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇതാകുമ്പോൾ സെറ്റായിട്ട് നമുക്ക് 20 ഫോട്ടോ വെച്ച് ചെയ്യാൻ പറ്റും. ഈ അവസാനം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരാൾ വയ്ക്കാൻ സ്പേസിലാണ്ടൊക്കെ വരും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം. ഇതുപോലൊക്കെ ചെയ്യാം. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിന് ഗാലറിക്ക് സേവ് ആക്കാം. അപ്പം മുകളിൽ കയറാൻ കഴിഞ്ഞാൽ ആ സേവ് ആവും. ഇങ്ങനെയാണെങ്കിൽ സേവ് ആവാം. ഇത് കാണാൻ നല്ല രസമാണ്. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടി. നമ്മൾ ചെയ്തൊരു സംഭവം ഇങ്ങനെ ക്രിയേറ്റ് ആയി വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണു. യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ബൈ.